good morning to all. Today I focused on the topic spelling pronouncing words without stress shift. The thing is we already discussed in page number 28, textbook page number 28 പറയുന്നുണ്ട് നൗണ് അജക്റ്റീവ് വേർബ് നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്ട്രെസ്സിൻ്റെ അവിടെ നൗണും അജക്റ്റീവ് ആണെങ്കിൽ സ്ട്രെസ് ഫാൾസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ, അതേ വേർഡ് തന്നെ വെർബ് ആകുമ്പോൾ സ്ട്രെസ് ഫാൾസ് ഓൺ ദി സെക്കൻഡ് സിലബിൾ. നിങ്ങളുടെ ബുക്കിൽ അതേ എക്സാമ്പിൾ തന്നെ കൊടുത്തത് ആബ്സെൻറ്റ് 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 ഉണ്ടോ. ആബ്സെൻറ്റ് എന്നായപ്പം എൻ്റെ അടുത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്തത്. പിന്നെ വേർബ് ആബ്സെൻറ്റ് എന്നായപ്പം ബീൻ്റെ അടുത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്തത്. നെക്സ്റ്റ് ആബ്സ്ട്രാക്റ്റ് അല്ലേ, അത് വേർബ് ആകുമ്പം സെക്കൻഡ് സിലബിൾ വരും. നോൺ അജക്റ്റീവ് ആകുമ്പോൾ ഫസ്റ്റ് സിലബിൾ വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര വവൽ സൗണ്ട് ഉണ്ട് നോക്കുക. അപ്പം ഫസ്റ്റത്തെ വവൽ സൗണ്ടിൻ്റെ അടുത്ത് വരും നോണും അജക്റ്റീവ് ആണെങ്കിൽ, രണ്ടാമത്തെ വവൽ സൗണ്ടിൻ്റെ അടുത്തേക്ക് വരും എന്താകുമ്പോൾ വേർബ് ആകുമ്പോൾ. പിന്നെ അടുത്തത് സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദി ഫോണോളജിക്കലി കണ്ടീഷൻഡ് പ്ലൂരൽസ് എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ചില ടീച്ചേഴ്സിൻ്റെ ഒക്കെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ വരാറുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എസ് ഇ എസ് സെഡ്, ഇപ്പോൾ ഒരു വേർഡിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലുക്സ് എന്നുള്ളതിന് നമ്മൾ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് ലുക്സ് എന്നാണ്, ലുക്സ്. അപ്പോൾ അവിടെ എസ് ആണ് പ്രൊനൗൺസിയേഷൻ അല്ലേ, കെ എസ് ആകുമ്പോൾ ലുക്സ് എന്ന് തന്നെയാണ്. ഇനി അടുത്തത് ഇ എസ് വരുന്നത് എപ്പോഴാണ്, റോസസ് എന്നൊക്കെ പറയുമ്പം റോസിസ് എന്നാണ്, സെഡാണ് വരിക, റോസിസ്. അതുപോലെ ഡോഗ്സ് സെഡാണ് പ്രൊനൗൺസ് ചെയ്യുക, സെഡായിട്ട് വരും, എസ് ആയിട്ട് വരും, ഇ എസ് ആയിട്ട് വരും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇത് ഒന്ന് ചോദിച്ച് കാണാറില്ല, എന്നാലും ബുക്കിലുണ്ടാകുമ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണല്ലോ, അതുകൊണ്ടാണ്. നിങ്ങളുടെ ബുക്കിൽ ഇതാ എസ് ഇ എസ് എസ് ആണ് ഇതിൽ കൊടുത്തത് അല്ലേ. അപ്പോൾ അതിൽ എക്സാമ്പിൾ കൊടുത്തതാണ്. ഫസ്റ്റ് വണ്ണ് റോസസ് എന്നുള്ളത് നമ്മൾ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് റോസിസ് എന്നാണ്, റോസിസ്. അത് ശ്രദ്ധിക്കുക, റോസസ് അല്ല റോസിസ്. അപ്പോൾ സെഡാണ് വരിക, ഇസ് അല്ലേ. ഡോഗ്സ് എന്നുള്ളതിന് ഡോഗ്സ് എന്നല്ല പറയുക, ഡോഗ്സ് എന്നാണ് പറയുക, ഡോഗ്സ്. അപ്പോൾ സെഡാണ് വരിക. ലുക്സ് ആകുമ്പം നമ്മൾ സാധാ പ്രൊനൗൺസ് ചെയ്യുന്നത് ലുക്സ് എന്ന് തന്നെയാണ്. ഓക്കെ, അത് നമ്മളെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക, റോസസ്, ഡോഗ്സ്, ലുക്സ്. സെഡാണ് ചിലയിടത്ത് പറയുക അല്ലേ. ദ സെഡ് ഈസ് ഡസ് നോട്ട് ഹാവ് ഈക്വലൻ്റ് ഇൻ മലയാളം. ശരിക്കും എന്താണ് ഡോഗ്സ് എന്നാണ് പറയുക, പക്ഷെ നമ്മൾ ഡോഗ്സ് എന്നാണ് പറയുക. നമുക്ക് സെഡ് ഇല്ല മലയാളത്തിൽ, സെഡ് എന്നുള്ള ലെറ്റർ എന്താണ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ലുക്സ് എന്ന് പറയുന്നത്. ഡോഗ്സ് എന്ന്, ലുക്സും ഡോഗ്സൊക്കെ നമ്മൾ ഒരുപോലെ പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, റോസിസ്, ഡോഗ്സ്, ലുക്സ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ചോദിച്ച് കാണാറില്ല, എന്തായാലും ജസ്റ്റ് പറയുകയാണ്. അടുത്തത് DED. അത് നിങ്ങൾക്ക് ഇവിടെ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ റെഗുലർ വേർബ് ഇറഗുലർ വേർബൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഗ്രാമർ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് ഹാസ് 3 ഡിസ്റ്റിങ്ക്റ്റ് ഫോണോളജിക്കലി കണ്ടീഷൻ മോർഫിംസ് ദാറ്റ് റൂട്ടഡ് എന്നല്ലേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം. നിങ്ങളുടെ ബുക്കിലുണ്ട് പേജ് നമ്പർ 29 റൂട്ടഡ് എന്നാണ്, പക്ഷേ അത് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് റൂറ്റിഡ് എന്നാണ്. അവിടെ ഇഡാണ് ഡിയുടെ പ്രൊനൗൺസിയേഷൻ, റൂറ്റിഡ്. ഓക്കെ, അതുപോലെ റോബ്ഡ് എന്ന്, അവിടെ ഡി തന്നെയാണ്, റോബ്ഡ് എന്ന് പറയില്ല, റോബ്ഡ്. ഓക്കെ, അടുത്ത ലുക്ഡ്, അവിടെ ലുക്ഡ് എന്നാണ് പറയുക, മനസ്സിലായോ. എന്താണ് റൂട്ടഡ് എന്നല്ല, റൂറ്റിഡ്, ഇഡാണ്. അടുത്ത റോബ്ഡ് എന്നാണ്, റോബ്ഡ്, അവിടെ ഡി തന്നെയാണ് പ്രൊനൗൺസിയേഷൻ. അടുത്ത ലുക്ഡ് എന്നല്ല, ലുക്ഡ്. ഓക്കെ, അപ്പോൾ 3 രൂപം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും ഓർത്ത് വെക്കണേ. സ്ട്രോങ് ആർട്ടിക്കുലേഷൻ ഓഫ് വീക്ക് ഫങ്ഷൻ ക്ലാസ് ഫോംസ്. നമ്മൾ വീക്ക് ഫോംസിന് നമ്മൾ സ്ട്രോങ് ഫോമിൽ പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം എന്ന് പറഞ്ഞതാണ് ഷോർട്ട് ഫോം, നമ്മൾ ഐ ആം എന്നാണ് പറയുക അല്ലേ. അത് നിങ്ങളുടെ ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾ ഇൻ മലയാളി ഇംഗ്ലീഷ് വീക്കിലി ആർട്ടിക്കുലർ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ആർ സ്പോക്കൺ ഇൻ ദ സ്ട്രോങ് ഫോം. ഫോർ എക്സാമ്പിൾ ഐ ആം കമ്മിങ്, നിങ്ങൾ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഫോണിറ്റിക്സിൽ ട്രാൻസ്ക്രൈബ് കൊടുക്കും. ഐ ആം കമ്മിങ്, നമ്മൾ ഐ ആം കമ്മിങ് അത് പറഞ്ഞാൽ മതി. നമ്മളെന്ത് ചെയ്യൂ, ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഐ ആം കമ്മിങ് എന്ന് പറയും. കമ്മിങ് എന്ന് പറഞ്ഞാൽ കമ്മിങ് എന്ന് വെച്ചാൽ ഐ ആം കം. അത് നമ്മളെന്ത് ഐ ആം കമ്മിങ് എന്ന് പറയും, നമ്മൾ നീട്ടി പറയും അല്ലേ. ക്യാൻ ഐ ഗോ എന്നുള്ളത് ക്യാൻ ഐ ഗോ. നിങ്ങളൊന്ന് ഫോണിറ്റിക്സിൽ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് മനസ്സിലാവും, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ. അടുത്തത് നമ്മളെന്ത് ചെയ്യും, ക്യാൻ ഐ ഗോ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അടുത്തത് ഇൻട്രൂസീവ്
വൈ. ഇൻട്രൂസീവ് വൈ എന്ന് പറഞ്ഞാൽ ചില വേർഡിന് കുറച്ചുകൂടെ മലയാളത്തിൽ ദർ ഈസ് നോ ഇക്വലൻ ടു ഇംഗ്ലീഷ് വോവൽ സൗണ്ട് എ ഫോർ ദ സൗണ്ട് ഓഫ് എ ഇൻ ക്യാറ്റ്. ക്യാറ്റ് എന്നുള്ളതിൻ്റെ എ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് തുല്യമായിട്ടുള്ള ഒന്നില്ല എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, വേർഡ് ലെറ്റർ ടിപ്പിക്കൽ മലയാളം മിസ്പ്രൊനൗൺസിയേഷൻ, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ക്യാറ്റ് നമ്മളെന്താ പ്രൊനൗൺസ് ചെയ്യുക? ക്യാറ്റ്. അവിടെ വൈ ഉണ്ട്, യ എന്നുള്ള സൗണ്ട് വരുന്നത് ക്യാറ്റ്. പക്ഷേ ശരിക്ക് പ്രൊനൗൺസിയേഷൻ എന്താ? കാറ്റ് എന്നാണ്. കാറ്റ് നമ്മൾ ക്യാറ്റ് എന്നാണ് പറയുക. ക്യാപ്റ്റൻ അവിടെ നമ്മൾ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്നാണ് പറയേണ്ടത്. ക്യാപ്പ് നമ്മൾ ക്യാപ്പ് എന്നാണ്, നമ്മൾ ക്യാപ്പാണ് പറയുക, ക്യാപ്പ് എന്നാണ് പറയേണ്ടത്. എച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ എച്ച് എന്ന് പറയേണ്ടത് നമ്മളെന്ത് ചെയ്യും? എച്ച്. അതുപോലെ എഫ് എന്നുള്ളത് എഫ് ആണ് പറയുക. എഫ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇൻട്രൂസീവ് വൈ നമ്മൾ ആവശ്യമില്ലാണ്ട് അവിടെ കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോണറ്റിക് ഫോസിൽസ് നമ്മൾ ലോൺ വേർഡ്സ്, കുറേ കടടുത്ത വാക്കുകൾ. വേർഡ്സ് അഡോപ്റ്റഡ് ഫ്രം ഫോറിൻ ലാംഗ്വേജ് വിത്ത് ലിറ്റിൽ ഓർ നോ മോഡിഫിക്കേഷൻ ദാറ്റ് ഹാവ് became integrated into very everyday use of Malayalam had a negative influence on pronunciation. For example പറയുകയാണെങ്കിൽ ലോൺ വേർഡ്സ് ടിപ്പിക്കൽ മലയാളം മിസ്പ്രൊനൗൺസിയേഷൻ, കറക്റ്റ് മിസ്പ്രൊനൗൺസിയേഷൻ തെറ്റായി പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ, അതിനല്ല നമ്മൾ മിസ്പ്രൊനൗൺസിയേഷൻ എന്ന് പറയാം. അപ്പോൾ മിസ്പ്രൊനൗൺസിയേഷൻ എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പം ഓംലെറ്റ് അതാണ് ലോൺ വേർഡ്. അത് നമ്മളെങ്ങനെ ഓംലേറ്റ് എന്നാണ് പറയുക, ശരിക്ക് ഓംലെറ്റ് എന്നാണ്. ഓക്കെ, നമ്മൾ നമ്മൾ ഓംലേറ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞതാണ്. നമ്മൾ ആംലേറ്റ് എന്നാണ് പറയുക, ശരിക്കും ഓംലെറ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഡൈവോഴ്സ് എന്നാണ് നമ്മൾ പറയുക, ശരിക്കും എന്താ? ഡിവോഴ്സ് എന്നാണ്. നമ്മൾ ഡൈവോഴ്സ് പറയും, ഡിവോഴ്സ് എന്നാണ്. നമ്മൾ സ്പോഞ്ച് പറയും, സ്പഞ്ചാണ് പറയേണ്ടത്. ഡയബറ്റീസിന് ഡയബറ്റീസ് എന്ന് പറയും, മറ്റേ ഡയബറ്റീസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇത് ചിലതൊക്കെ ഞാൻ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, എന്താ മാറിപ്പോകുന്നു കേട്ടോ. ഓംലെറ്റ് എന്നാണ് പറയുക, ആംലേറ്റ് അല്ല. ഇപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഓംലേറ്റ് പറയാൻ തുടങ്ങി അല്ലേ. ഡൈവോഴ്സ് അല്ല ഡിവോഴ്സ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സ്പഞ്ച് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ. അപ്പം ആ ഒരു വ്യത്യാസമാണ് ഇതിൽ പറഞ്ഞത്. പ്രോബ്ലം വിത്ത് സെഡ്, ചിലതിലൊന്നും സെഡ് ആയിട്ട് നമുക്ക് പ്രോബ്ലം വരും. മലയാളത്തിൽ ഇക്വലൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ സൂ എന്ന് നമ്മൾ സൂ എന്ന് പറയും, ശരിക്കും മനസ്സിൽ സൂ ആണ്. സീബ്ര നമ്മൾ സീബ്ര എന്ന് പറയുന്നത്. ബസ്സിന് നമ്മൾ ബസ് എന്ന് പറയും, അത് ശരിയല്ലേ, ബസ്സാണ് പറയേണ്ടത്. റേസ് എന്നാണ് പറയേണ്ടത്. ഫേസ് എന്നാണ് നമ്മൾ ഫേസ് എന്നാണ് പറയേണ്ടത് ശരിക്കുള്ളത്, നമ്മൾ ഫേസ് എന്നാണ് പറയുക. ഇത്രയേ ഉള്ളൂ. പിന്നെ വേർഡ്സ് അസിമുലേഷൻ ആൻഡ് കോമൺ മിസ്പ്രൊനൗൺസിയേഷൻ. അങ്കിൾ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെങ്ങനെ പ്രൊനൗൺസ് ചെയ്തതിൽ അങ്കിളിനെ നമ്മൾ അങ്കിൾ എന്നാണ്, ശരി അങ്കിൾ എന്ന് നമ്മൾ അങ്കിൾ എന്നാണ് പറയുക, ഒരു എന് കൂടും. അതുപോലെ ക്യാൻറ്റീൻ നമ്മൾ ക്യാൻറ്റീൻ എന്നാണ് പറയുക ചിലരൊക്കെ, ക്യാൻറ്റീൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ. കമ്പ്യൂട്ടർ എന്നാണ് നമ്മളതിനെ കമ്പ്യൂട്ടർ എന്നാണ്, കമ്പ്യൂട്ടർ മറ്റുള്ള രണ്ട് പ്രൊനൗൺസിയേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ച് നീട്ടുന്നുണ്ട്, കമ്പ്യൂട്ടർ എന്നാണ് പറയേണ്ടത്. സിമ്പിൾ അല്ലേ, അതിൽ സിമ്പിൾ. ഓക്കെ, ഇത് പ്രൊനൗൺസിയേഷനൊക്കെ നോക്കുക. അങ്ങനെ നമ്മളെ ഈ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഗ്രൂപ്പിലില്ലാത്ത കുട്ടികൾ എന്താ വെച്ചാൽ ഗ്രൂപ്പ് ഫുള്ളായതുകൊണ്ടാണ്. ഏതെങ്കിലും കുട്ടികൾ കോളേജിൽ നിന്ന് മാറിയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒന്ന് ലെഫ്റ്റ് അടിക്കണം. കുറേ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് മിസ്സേ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നില്ല. ഡൗട്ടുകൾ നിങ്ങൾ മാക്സിമം ഗ്രൂപ്പിലൂടെ ചോദിക്കുന്ന മറ്റു കുട്ടികൾക്കും കൂടെ ഉപകാരപ്പെടുക. എനിക്കും ബുദ്ധിമുട്ടാണ് കുറേ കുട്ടികൾ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് മൊഡ്യൂൾ മുതൽ നമ്മളെ ട്രാൻസാക്ഷൻ്റെ ക്ലാസ് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെ ക്ലാസ്സാണ് പിന്നീടായിരിക്കും. ഞാനും വേറെ ടീച്ചറും കൂടെയാണ് എടുക്കുന്നത്. ഞാൻ 10 ക്ലാസ്സും കൂടെ ഡീൽ ചെയ്യുന്നതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ 2 ആളായിട്ട് ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കും. HOD പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നിങ്ങളെ സംശയങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഡൗട്ട് തീർക്കണം. അതാണ് എൻ്റെ സന്തോഷം. എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഇപ്പോൾ ഒരു കുട്ടി അന്ന് ഞാൻ ഞാൻ രണ്ടാമത്തെ ഇതിൽ പറഞ്ഞിരുന്നു അല്ലേ, എന്നുള്ളിടത്ത് വരെ പറഞ്ഞത് ഞാൻ പറയാൻ വിട്ടുവരുന്നു ആ വീഡിയോയിൽ. പിന്നത്തേലാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള സൗണ്ട്, അത് ദാല് എന്നുള്ള സൗണ്ടാണ്, അത് മലയാളത്തിലില്ല. ദാറ്റ് അങ്ങനെയൊക്കെയുള്ള. അപ്പം ചില മക്കൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും ആവണം. ഫോണറ്റിക്സിൻ്റെ ഈ ഒരു മൊഡ്യൂൾ എന്നും നിങ്ങൾക്ക് സംശയം എന്നോട് തന്നെ ചോദിക്കാം. ഐ ആം ഓൾവേസ് റെഡി ടു ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ്. ഓക്കെ,
നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് ചോദിക്കാം. എനിക്ക് ഡൗട്ട് ചോദിക്കുന്ന കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ കുട്ടികൾ ദേഷ്യമൊന്നും ഉണ്ടാവാറില്ല. അവരെനിക്ക് എന്നൊരു ബഹുമാനവും സ്നേഹമൊക്കെ അവരോട് പ്രത്യേകിച്ച് ഉണ്ടാവും. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ്. നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു താല്പര്യം നിങ്ങൾക്കും കൂടെ ഉണ്ടാവണം. നമ്മൾ പറയാറില്ല, ദാഹിക്കുന്ന കുട്ടികൾക്കേ വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ, ദാഹിക്കുന്നവർക്കേ വെള്ളമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാലേ എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. എന്ത് ഡൗട്ട് നിങ്ങൾ ഗ്രൂപ്പിലൂടെ ചോദിക്കുക. അപ്പം ഈ ഒരു മൊഡ്യൂള്, നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ ഇന്നത്തോടു കൂടി തീരുകയാണ്. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ കോപ്പറേഷൻ വൺസ് അഗെയിൻ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്. താങ്ക് യു.